റിട്ടയർമെന്റ് ജീവിതം യാത്രയിലൂടെ ആസ്വദിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് തൃശ്ശൂരിൽ. യാത്രായാത്രികം എന്ന കൂട്ടായ്മയാണ് വേറിട്ട വഴികളിലൂടെ സഞ്ചരിക്കുന്നത്. യാത്രയിലൂടെ കാണാത്ത ഇടങ്ങൾ കാണാനും സംസ്കാരങ്ങൾ പഠിക്കാനും മാത്രമല്ല ചരിത്രപരമായ കയ്യൊപ്പുകൾ ഒപ്പിയെടുത്ത് വരും തലമുറകൾക്ക് കൂടി സാക്ഷ്യപ്പെടുത്തണം എന്നുകൂടിയാണ് ഈ കൂട്ടായ്മ ലക്ഷ്യമിടുന്നത്. കൂട്ടായ്മയിലെ അംഗങ്ങൾ പകർത്തിയ മൊബൈൽ ക്യാമറയിലെ ചിത്രങ്ങളുടെ പ്രദർശനം തൃശ്ശൂർ ലളിതകലാ അക്കാദമിയിൽ പുരോഗമിക്കുകയാണ്. വിശ്രമകാലത്ത് സൗഹൃദങ്ങളുടെ പരസ്പരമുള്ള കരുതലിൽ ലോകം മുഴുവൻ യാത്ര. ജീവിതത്തിലെല്ലാം കഴിഞ്ഞു, ഇനി വിശ്രമ ജീവിതം എന്ന് പറയുന്നവർ തീർച്ചയായും തൃശ്ശൂരിലെ ഈ യാത്രാപ്രേമികളുടെ കൂട്ടായ്മയായ യാത്രായാത്രികത്തെക്കുറിച്ചറിയണം. ജോലിയും കുടുംബവുമായി ജീവിതത്തിൽ മുക്കാൽ ഭാഗവും കഴിഞ്ഞവർ ഇന്ന് കാടും മേടും വിവിധ സംസ്കാരങ്ങളെയും പച്ചയായ മനുഷ്യരെയും കാണാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. സർക്കാർ വകുപ്പിൽ നിന്നടക്കം വിരമിച്ച നിരവധി പേരാണ് ഇന്ന് യാത്രകളെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയത്. തൃശ്ശൂരിലെ യാത്രാ കൂട്ടായ്മ രൂപീകരിച്ച 4 വർഷത്തിനിടെ നടത്തിയത് കേരളത്തിലും മറ്റു സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലുമായി 55 യാത്രകൾ. ഇത്തവണ കേരള ലളിതകലാ അക്കാദമിയിൽ നടന്ന ചിത്ര പ്രദർശനത്തിൽ അംഗങ്ങൾ ഈ വർഷം യാത്രയിൽ ഉടനീളമെടുത്ത 400ഓളം ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചു. ഞങ്ങളിപ്പോൾ 4 വർഷമായിട്ട് നമ്മൾ നിരന്തരം യാത്ര നടത്തുകയും യാത്രാ സംഗമങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടായ്മയാണ്. ഇതിലധികം പേരും വിരമിച്ചവരാണ്. യാത്രാ ഇടവേളകളിൽ മൊബൈലിലെടുത്ത ഫോട്ടോകളുടെ പ്രദർശനം ഒരുക്കിയത് കഴിഞ്ഞ വർഷം തൊട്ടാണ്. ഇതിപ്പോൾ 2ാം വർഷമാണ്. കഴിഞ്ഞ വർഷം 300ഓളം ചിത്രങ്ങളായിരുന്നു നമുക്ക് പ്രദർശനത്തിലുണ്ടായിരുന്നെങ്കിൽ ഇപ്രാവശ്യം 400ഓളം ചിത്രങ്ങളുണ്ട്. യാത്രകളിൽ കൂടുതലും സ്ത്രീകളുണ്ട്, വിധവകളായവരുമുണ്ട്. ഇവരൊന്നും ഒറ്റയ്ക്കല്ല എന്ന ഉറപ്പ് യാത്രയുടെ കൂട്ടായ്മ നൽകുന്നതിനാൽ എല്ലാവർക്കും സന്തോഷം. കൂട്ടായ്മയുടെ സുരക്ഷിതത്വമാണ് ഇവരെ യാത്രകൾക്ക് പ്രേരിപ്പിക്കുന്നത്. 168 പേരാണ് ചിത്രങ്ങൾ സമർപ്പിച്ചത്. 103 സ്ത്രീകളുടെ ചിത്രങ്ങൾ പ്രദർശനത്തിലുണ്ടായിരുന്നു. 3 ദിവസമാണ് പ്രദർശനം. അമൃത ന്യൂസ്, തൃശ്ശൂർ.